നമുക്ക് ഒരാളെ മനസ്സ് നിയന്ത്രിക്കാൻ. അപ്പൊ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഒരു വഴിയിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഭയപ്പെടുത്തിയാണ് നമ്മൾ ഒരാളെ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും ഒരു ബിസിനസ് കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഭയപ്പാട് തന്നെയാണ്. അതിപ്പോൾ എല്ലാ മതങ്ങളും ഭയപ്പെടുത്തിയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഭയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വികാരങ്ങളുണ്ട്. അതായത് ഒരു ഡാർക്ക് സൈക്കോളജിയുടെ മറ്റു വശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളെ എങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള നമ്മുടെ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളെ എപ്പോഴും മറ്റുള്ള മനുഷ്യരോട് നമ്മളെപ്പോഴും ഇടപഴകുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഇതിന് എന്തെങ്കിലും ടെക്നിക്കുകൾ, അത് ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നടന്നാൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരാളെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരാളെ മൊത്തത്തിൽ, ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാളുടെ ശരീരഘടനയും അയാളുടെ ചിന്തിക്കുന്ന ചിന്താശേഷിയും അയാളുടെ സംസാര രീതിയും മൊത്തത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും സിദ്ധികളുണ്ടോ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ അത് എല്ലാ മനുഷ്യരും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതായത് ചില സജഷൻ എടുക്കുന്ന മനുഷ്യരുണ്ട്, സജഷൻ എടുക്കാത്ത മനുഷ്യരുണ്ട്. ഈ സൈക്കോളജി തന്നെ അത് വന്നത് ഒരു പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്നാണ്. അതായത് മനുഷ്യന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുകയും അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും സൈക്കോളജി എന്ന് പറയുന്ന ഡിവിഷൻ തന്നെ ഡെവലപ്പ് ചെയ്ത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. ഒരു സൈഡിൽ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാനുള്ള ഒരു സൈക്കോളജി, വളരെ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു സൈഡിൽ ഡാർക്ക് സൈക്കോളജി എന്ന് പറഞ്ഞൊരു മറ്റൊരു സബ്ജക്റ്റും കൂടി ഉടലെടുത്തു. അതായത് നമ്മൾ പറയില്ലേ, ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ജീസസ് ക്രൈസ്റ്റ്, ബ്ലാക്ക് മാസ്, അങ്ങനെ നമ്മളിപ്പോൾ മന്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നല്ല മന്ത്രങ്ങളുണ്ട്, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എപ്പോഴും ഇതിന്റെ മറ്റ് രണ്ട് സൈഡാണ്. നമുക്കൊരാളെ നിയന്ത്രിക്കാൻ പറ്റും. അത് നമുക്ക് എനർജി ബേസിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരാളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സുകളെ നമുക്ക് എനർജി ബേസിൽ നമുക്ക് അവരെ കൺട്രോൾ വരുത്താൻ പറ്റും. പക്ഷെ അത് പൂർണ്ണമായിട്ടും വരുത്തണമെങ്കിൽ അവർ നമുക്ക് സജസ്റ്റീവ് ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ വളരെ പാനിക്കായ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് കരുതുക. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ മോശമായ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയി പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അടുത്ത നിമിഷം നമ്മൾ ഓപ്ഷൻ എടുക്കുന്ന ആരെയാണോ ആ വ്യക്തി, അപ്പോൾ നമ്മൾ ഓപ്ഷൻ എടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് എപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് സജഷൻ തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏതൊരു കൂട്ടുകാരനായിരിക്കും അത്, അല്ലെങ്കിൽ ഒരു പക്ഷേ അച്ഛനമ്മയായിരിക്കാം, ആര് വേണമെങ്കിലാവാം. ഇവർക്ക് എപ്പോഴും നമ്മുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതായത് അമ്മയുടെ താല്പര്യങ്ങൾ എന്താണോ അത് വെച്ചിട്ടായിരിക്കും അമ്മ സംസാരിക്കുന്നത്. അപ്പൊ അമ്മയുടെ താല്പര്യങ്ങൾ എന്താ? മകൾ സേഫ് ആവുക, അല്ലെങ്കിൽ മകളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുക. ഒരു വൺ സൈഡ് മാത്രമായിരിക്കും അതിനകത്ത് പറയുന്നൊരു ഓപ്ഷൻ. ഇനിയിപ്പോൾ ഒരു കൂട്ടുകാരനാണ്, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ഒരു കൂട്ടുകാരോടാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ആദ്യം പോകുന്നത് ഇമോഷണലി ഡൗൺ ആയ ഏതൊരു വ്യക്തികളും എല്ലാം കൊണ്ടും എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരായിരിക്കും. നമുക്ക് എപ്പോഴാണ് ഒരാളുടെ സഹായം വാങ്ങുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു സമയത്താണ്. ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ സമയത്ത് മറ്റൊരാളെ തന്നെ സഹായിക്കണം, അല്ലെങ്കിൽ മെന്റലിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഒരു ഭിക്ഷ യാചിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുന്ന ഒരു മനുഷ്യനെ കറക്റ്റ് അല്ലെങ്കിൽ, പറയുന്ന വ്യക്തികൾ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അവരെങ്ങനെ വേണമെങ്കിൽ നമുക്ക് വഴി തിരിച്ചുവിടാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ പോയിട്ട് നേരെ പോയിട്ട് ഒരു ജോത്സ്യനോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരാളെയാണ് കാണുമെന്ന് വിചാരിക്കുക. അവരെന്തായിരിക്കും ചെയ്യുന്നത്? അവരുടെ താല്പര്യങ്ങൾക്ക് എന്താണോ അത് ആഡ് ഓൺ ചെയ്തിട്ട് ഇവരുടെ പ്രശ്നങ്ങളുമായിട്ട് സിങ്ക് ചെയ്യും. അതായത് അടുത്ത നിമിഷം ഈ ബിസിനസ് നമുക്ക് വീണ്ടും നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതിന്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രശ്നങ്ങളാണ്, ബാധാദോഷം, നമ്മളെല്ലാ കബഡി നോക്കുന്ന ആളുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. എന്നാൽ ചില ആളുകൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഒരു വഴിയിലൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഞൊടിയിടയിൽ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പേടിച്ചു നിന്ന നിപ്പില്ല. കാരണം അവരുടെ വിചാരം എന്താ? അതായത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ്, അവർ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുമായിട്ട് കണക്റ്റഡാ. ഈ ഭയപ്പെടുത്തിയാണോ നമ്മൾ ഒരാളെ നിയന്ത്രിക്കുന്നത്? അല്ല, ഞാൻ പറയുന്ന ഈ പലപ്പോഴും ഒരു ബിസിനസ് കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഭയപ്പാട് തന്നെയാണ്. അതിപ്പോൾ എല്ലാ മതങ്ങളും ഭയപ്പെടുത്തിയിട്ട് ജീവിക്കുന്നത്. അമ്മമാരെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ടീച്ചേഴ്സ് എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ നാട്ടിലിറങ്ങുമ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യൻസും പോലീസുകാരും എന്താ നമ്മുടെ അടുത്ത് ചെയ്യുന്നത്? നമുക്ക് തിരിച്ച് നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ, അല്ലെങ്കിൽ നമ്മളെക്കാളും ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു വ്യക്തിയെ നമ്മളെന്താ ചെയ്യുന്നത്? പലപ്പോഴും പല രീതിയിൽ നമുക്ക് ഭയം കൊടുക്കാം. സ്നേഹത്തിലൂടെ ഭയം കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ഭയം കൊടുക്കുന്ന ആളുകളുണ്ട്, നോട്ടത്തിലൂടെ കൊടുക്കുന്ന ആളുകളുണ്ട്, ആറ്റിറ്റ്യൂഡിലൂടെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന പല സർവീസുകളും പ്രൊവൈഡ് ചെയ്യാതെ ഭയപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതായത് രാഹുലിനെ ഞാൻ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുക, നാളെ പോലും സഹായിക്കുന്നില്ല, എനിക്ക് ദേഷ്യമില്ല, വഴക്കില്ല, ഒന്നുമില്ല, രാഹുൽ ഭയപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഭയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന
വികാരങ്ങളിൽ നിന്ന്. ആ ഭയത്തിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാന്നുള്ള, ആ ഭയത്തിനെ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ വ്യക്തിനെ സക്സസ് ആക്കാം. ആ ഭയത്തിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ആ വ്യക്തിനെ ഏറ്റവും ഡൗൺ ആയ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകാം. പലപ്പോഴും വളരെ മോശമായ ഒരു പാർട്ണറുള്ള, അതായത് ഇപ്പൊ ഒരു കുടുംബജീവിതത്തിൽ ഒരു പെൺകുട്ടി വളരെ വീക്കാണെന്ന് കരുതുക, ആ ഹസ്ബൻഡ് വളരെ സ്ട്രോങ് ആണെന്ന് കരുതുക. ആ പെൺകുട്ടിയുടെ എല്ലാ രീതിയിലുള്ള കോൺഫിഡൻസും സോഷ്യലായിട്ടുള്ള കണക്ഷൻസും സൗഹൃദങ്ങളും എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് ലോക്ക് ചെയ്ത് ആ പെൺകുട്ടീനെ ഒരു ഭയത്തിന്റെ ഉള്ളിലോട്ട് ആക്കി നിർത്തും. അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് പ്രശ്നമാണ് ഇത് പ്രശ്നമാണ് എന്ന് എപ്പോഴും ഭയം കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടിയത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സൈക്കോളജിയുടെ മറ്റു വശങ്ങൾ, അതായത് ഒരു ഡാർക്ക് സൈക്കോളജിയുടെ മറ്റു വശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളെ എങ്ങനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം റിലേഷൻഷിപ്പിൽ. ഇതിപ്പോൾ ഡാർക്ക് സൈക്കോളജി ഒന്നും പഠിക്കുന്നതും വേണ്ട ഇതിൻ്റെ അകത്ത്. നോർമലി നമുക്ക് കാണുന്ന എല്ലാ ബന്ധങ്ങളിലും ഈ സാധനം ഉണ്ട്, എവിടെയെങ്കിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബന്ധങ്ങളെ നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, മാതാപിതാക്കളെ നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാം. ഇത് വളരെ ചെറുപ്പം മുതൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ മറ്റൊരാൾ ഉപയോഗിക്കാം. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ സ്നേഹമാവാം, അറ്റാച്ച്മെന്റ് ആവാം, സാമ്പത്തികമാവാം, പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും മെച്ചപ്പെടലുകളാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള നമ്മുടെ താല്പര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മളെ എപ്പോഴും മറ്റുള്ള മനുഷ്യരോട് നമ്മളെപ്പോഴും ഇടപഴകുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഇതിന് എന്തെങ്കിലും ടെക്നിക്കുകൾ, അത് ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നടന്നാൽ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത് വളരെ എളുപ്പമായ ഒരു വഴിയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ, അതായത് നമ്മളൊരാളെ പറ്റിച്ച്, അതുകൊണ്ടാണ് എപ്പോഴും പറ്റിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മറ്റുള്ളവരെ പറ്റിക്കുന്നത് പറഞ്ഞാൽ അതൊരു എളുപ്പ വഴിയാണ്, ഒരുപാട് എഫേർട്ടുകളില്ല, പിന്നെ അതൊരു സക്സസ് ആണെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് മനുഷ്യനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മറ്റൊരു മനുഷ്യന്റെ പെയിൻ, അവന്റെ അവസ്ഥകൾ, അവന്റെ ലൈഫ്, ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പിടമാവുന്നത് ഞാൻ കാരണം കൊണ്ടാണെന്ന്, അതായത് അതെന്റെ ശത്രുവാവാം, അല്ലെങ്കിൽ എനിക്ക് എന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും വ്യക്തികളാവാം. അങ്ങനെയുള്ള വ്യക്തികൾ തകർന്നു പോകുന്നത് പലപ്പോഴും കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മാനിപ്പുലേഷൻ എപ്പോഴും നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടി മാറുക എന്നുള്ള ഇതിനകത്ത് ഒരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ വരുന്നത് നമ്മുടെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ നിന്നായിരിക്കും. അതാണ് കണ്ടെത്താൻ ബുദ്ധിമുട്ട്. പുറത്തുള്ള വ്യക്തികൾ നമ്മൾ പലപ്പോഴും ഒരു ശത്രുക്കളുടെ ഭാവത്തിൽ നമ്മൾ കണ്ടാൽ പോലും അവരിൽ നിന്ന് ആയിരിക്കണം എന്നില്ല നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ. നമുക്ക് ഇന്റേണൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ട്രസ്റ്റ് ആയ ആളുകളിൽ നിന്നായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഇത് ഏതൊരു മനുഷ്യരെ എടുത്ത് നോക്കിയാലും ഇങ്ങനെയായിരിക്കും. പുറത്തുള്ള ആൾ ശത്രുവാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് മാനസികമായിട്ട് നമ്മളെല്ലാം തയ്യാറാക്കി വയ്ക്കും. ഉള്ളിൽ നിന്ന് കിട്ടുന്ന നമ്മൾ തകർന്നു പോകും. ഇനി ഫാമിലിയിൽ നിന്ന് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ഉള്ളിൽ ഇത്രയും വർഷം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു നെഗറ്റീവായൊരു സൈഡ് നമുക്കുണ്ട്. നമ്മൾ ആദ്യമേ പറയാറില്ലേ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിൽ നല്ലതുമില്ല ചീത്തയുമില്ല. അവനെ സംബന്ധിച്ചിട്ട് അവൻ എന്ത് ആ സമയത്ത് പിക്ക് ചെയ്യുന്നു, അവന്റെ സാഹചര്യം എന്താണോ അതിനു വേണ്ടി അവന്റെ ആരോഗ്യവും അവന്റെ മാനസികാവസ്ഥയും അവന്റെ ബുദ്ധിയും എങ്ങനെ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് അവൻ ആ വിഷയത്തിൽ നെഗറ്റീവ് ആക്കണോ പോസിറ്റീവ് ആക്കണോ തീരുമാനിക്കുന്നത്. അവന് തോന്നാം പറ്റിച്ചേക്കാം, ഉറപ്പായിട്ടും പറ്റിക്കും. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ സാധനം. സാഹചര്യങ്ങൾക്ക് നമ്മൾ വഴങ്ങി കൊടുക്കുക എന്നുള്ള, അതായത് നമ്മൾ നിലനിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഒരു ലാഭം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് മാനസികമായി നമുക്ക് സന്തോഷം കിട്ടുക, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പോലെ പെരുമാറുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന